നമ്മുടെ ഗുരുവായൂരപ്പന്റെ സ്വന്തം കിണ്ണത്തി ഒരു കാര്യം പറയുന്നുണ്ട്, കേൾക്കാം. ഞാൻ കണ്ണന്റെ നടയിൽ വന്നതിനാണ് ഞാൻ ഇക്കിടന്ന് അനുഭവിക്കുന്നത്. പലരും ചോദിച്ചു വീട്ടിലിരുന്ന വിളിച്ചാ കേക്കൂലേ കണ്ണൻ, പിന്നെ എന്തിനും നടയിൽ വരണമെന്ന്. അവരോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് എന്താണെന്നറിയോ, പിന്നെ നിങ്ങളൊക്കെ എന്തിനാ നടയിൽ പോകുന്നത്? നിങ്ങൾക്കൊക്കെ അതൊരു റെലവന്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. നമ്മൾ ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യമാണ്. ദൈവം എല്ലായിടത്തുമുണ്ട്. സർവ്വവ്യാപിയായ ദൈവത്തിനെ നിങ്ങൾ എന്തിനാ അമ്പലത്തിൽ പോയി വിളിക്കണം? അതെന്താ അവൾക്ക് മാത്രം അവിടെ ചെല്ലുമ്പോൾ ഒരു മംനൂൻ ഹേ, ബാക്കിയുള്ളിടത്തൊന്നും ഒരു മംനൂൻ നെഹി ഹേ? വൈ? ചോദ്യം റെലവന്റ് ആണ്. വീട്ടിലിരുന്ന് വിളിച്ചാ പോരെ? വീട്ടിലിരുന്നാൽ വിളിച്ചാൽ പോലും ഗുരുവായൂരപ്പൻ നമ്മുടെ അടുത്ത് വരും എന്നുണ്ടെങ്കിൽ ഗുരുവായൂർ നടയിൽ ഒരു മനുഷ്യനെ പോലും കാണാൻ ഇട ഉണ്ടാവൂലോ. എല്ലാവർക്കും വീട്ടിൽ കുത്തിരുന്ന് വിളിച്ചാൽ പോരെ? അത് പോരാ. നമ്മളിരിക്കുന്നിടത്ത് നമ്മുടെ മാതാപിതാക്കൾ വിവാഹം കഴിച്ച് പോകുന്ന കുട്ടികളാണെങ്കിൽ മാതാപിതാക്കളെ വിവാഹം കഴിച്ച സ്ഥലത്ത് നിന്ന് ഫോൺ ചെയ്ത് നോക്കൂ, നിങ്ങൾ സുഖമായിട്ടിരിക്കുകയാണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തിനങ്ങനെ ഫോൺ ചെയ്ത് നോക്ക്? പോരാട്ട് നമ്മൾ വീട്ടിൽ പോയി നോക്കണം. നമ്മുടെ സന്തോഷം അത് പോയിന്റ് ആണല്ലോ. മാതാപിതാക്കൾ കല്യാണം കഴിപ്പിച്ച് വിട്ട കൊച്ചുങ്ങളെ അന്വേഷിച്ച് വീട്ടിൽ പോയി നോക്കി കണ്ട് മനസ്സിലാക്കണം എന്നൊക്കെ കൊച്ചു പറയണത് കറക്റ്റാണല്ലോ. നമുക്കെന്താണ് ഈ ബുദ്ധിയൊന്നും വരാതിരുന്നത്? കാര്യം തലമൊണ്ടി ആള് താമസമില്ലെന്നൊക്കെ പറയണം ചുമ്മാതിയ. ഭയങ്കര ബുദ്ധിയാ കൊച്ചിന്. അവരെവിടെയാണോ അവിടെ പോയിട്ട് കണ്ണനെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനവും സന്തോഷവും നമുക്ക് വീട്ടിൽ കുതിരുന്ന ഗുരുവായൂരപ്പാന്ന് 100 തവണ വിളിച്ചാൽ കിട്ടൂല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നടയിൽ തന്നെ വരണം. നടയിൽ വന്നിട്ട് ദൂരെ നിന്നിട്ടെങ്കിലും ഒന്ന് കണ്ണ എന്ന് വിളിച്ചാൽ മതി. ആ വിളി എല്ലാരും എന്നോട് ചോദിച്ചിട്ട് നിനക്കുള്ളിൽ കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം മതാചാരപ്രകാരം തന്നെ ഞാൻ കണ്ണനെ കയറി കാണും. എനിക്ക് ഉറപ്പുള്ള കാര്യം. അതിനുള്ള ഒരു ചുറ്റുപാട് എനിക്ക്